പാലാരിവട്ടം പാലം കാണാം. ഇത് വയറ്റിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ വയറ്റിലേക്ക് പോകുന്നതാണ്. ഇതിപ്പോൾ 2026 ജൂൺ മാസമാണ്. അപ്പോൾ കുഞ്ഞമ്മണിക്ക് വേണ്ടി ഞാനിത് ഷൂട്ട് ചെയ്യണം. മാറ്റങ്ങൾ അന്നത്തെ വീഡിയോ 21 വർഷം മുമ്പത്തെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഒന്ന് കാണുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട്, അതവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് നേരെ ഹൈവേ കൂടി പോയാലും ഈ ഒരു കാഴ്ചയൊന്നും കിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നല്ല മരങ്ങൾ രണ്ട് സൈഡും വളർന്നുണ്ട്. അന്നും മരങ്ങളൊന്നുമില്ല. നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നേരത്തെ പറഞ്ഞാണെന്നാലും പറയണം. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇന്നത്തെ തിരക്ക് കണ്ടോ, അന്നത്തെ തിരക്കും ഇന്നത്തെ തിരക്കും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പാടിവട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണത്. പാടിവട്ടം കഴിഞ്ഞിട്ട് ഇത് ചളിക്കവട്ടമാണെന്നറിയില്ല. ഇത് എറണാകുളം മെഡിക്കൽ സെൻ്ററിൻ്റെ അടുത്താണ് കേട്ടോ. അത് നമുക്കിവിടെ കാണാം. ഇന്നൊരു ശനിയാഴ്ചയുണ്ട്, അത്യാവശ്യം തിരക്ക്. 21 വർഷത്തെ വാഹനങ്ങളും ഇന്നത്തെ വാഹനങ്ങളും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. റോഡും വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൽ രണ്ട് സൈഡിലുള്ള ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമുക്ക് എടുക്കാവുന്നേ എടുക്കാം, അതേ നിവർത്തിയുള്ളൂ. ആ പാലാരിവട്ടം പാലം വഴി കടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നതാണ് കേട്ടോ. ഇവിടുത്തെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്ക് കാണാൻ പറ്റും. വ്യത്യാസങ്ങളൊക്കെ കുറേയൊക്കെ കാണാം. നമുക്ക് ഈ മരങ്ങളുള്ളതുകൊണ്ട് പരിധി വരെ. എന്നാലും കുറച്ച് ദൂരം നമുക്ക് ഹൈവേ കൂടി പോവാം. ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. മരങ്ങൾ നന്നായിട്ട് വളർന്നു പോയി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റ് ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു വ്യത്യാസമില്ലേ. ഡോൺ ബോസ്കോ പബ്ലിക് ഇവിടെ നമ്മൾ കാണുന്ന പല ബിൽഡിങ്ങുകളും അന്ന് ഉണ്ടായിരുന്നില്ല. വളരെ കാലിയടിച്ച് നടന്നിരുന്നൊരു സമയമാണത്. ഇത്ര തിരക്കില്ല. നമ്മൾ മുംബൈ വഴി കൂടെയൊക്കെ പോയിട്ടുള്ളതാണ്. എന്നാലും ഒന്നും കൂടി എന്താ പറയുക, നമ്മുടെ 21 വർഷത്തെ മുമ്പത്തെ കോൺഫിഡൻറ്റിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. തിരക്ക് വേണ്ട, തിരക്ക് തന്നെയാണ് ഏറ്റവും പ്രധാനം. ശരിക്കും റൈറ്റ് സൈഡിലാണ് നമ്മളൊന്ന് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഏത് സൈഡിൽ കൂടി പോയാലും നമുക്ക് ഇത് തന്നെ കാഴ്ച ഇവിടെ എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇന്നും അത്യാവശ്യം മഴക്കാറാണ്. ഇപ്പോൾ 2026 ജൂൺ മാസമാണ്. അന്ന് 2020.
നമുക്കങ്ങനെ കാഴ്ചയൊന്നും കിട്ടാനില്ലല്ലേ, നിറയെ മരങ്ങളാണ്. അന്നത്തെ ഹൈവേ ഇന്നത്തെ ഹൈവേ തമ്മിൽ നമ്മുടെ ഇടതുവശത്ത് കുറേ കാര്യങ്ങളൊക്കെ കാണാം. ഇതേപോലെ തന്നെ വലതുവശത്തുണ്ട്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സർവീസ് റോഡിൽ കൂടി പോകുമ്പോൾ കിട്ടും. ഇന്നിപ്പോൾ നമ്മൾ ഹൈവേയുടെ എടുക്കാം. പത്തിരുപത്തൊന്ന് വർഷം കൊണ്ട് ഉണ്ടായ വ്യത്യാസങ്ങളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ വരുന്നുള്ളൂ, പുതിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. കേൾക്കാൻ പറ്റുന്നതായിരിക്കണം, എന്നാലും നമ്മളിങ്ങനെ പറയണേ. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ കാഴ്ചകൾ കണ്ടോളൂ, സംഭാഷണം ശ്രദ്ധിക്കണമെന്നില്ല. അങ്ങനെ ഇതൊരു റിയലാണ്, അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് കേട്ടോ. ചക്കരപ്പറമ്പ് റോഡ്, ചക്കരപ്പറമ്പ് റോഡ്. അത്യാവശ്യം മഴക്കാറ്, ജൂണായതുകൊണ്ട് മഴക്കാറും കൂടി ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ലൈറ്റിങ് കുറവായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു കാലാവസ്ഥ കൂടി എടുക്കണമല്ലോ. ഇപ്പോൾ നടക്കും. പുല്ല് വെട്ടുന്നുണ്ട്, വളരെ കുറവാണ്. അത് വെട്ടിയിട്ട് ഇവിടെ വന്ന് വെച്ചാണെന്ന് അറിയില്ല. അന്ന് നമ്മളെടുക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തെടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അന്ന് അങ്ങനെ വീഡിയോ അറിയാലോ, ഇങ്ങനത്തെ കണ്ടിന്യൂറ്റി എടുക്കാനുള്ള ആ ഒരു കാർഡ് കാര്യങ്ങളൊന്നുമില്ല. ആ വീഡിയോ അന്നെടുത്ത വീഡിയോ ക്യാമറയൊക്കെ കാണിച്ചു തരാം, അതെങ്ങനെയാണ് എടുക്കുന്നതെന്നും എന്താണ് അതിൻ്റെ ടെക്നിക്കെന്ന്. ഇന്നത്തെ പിള്ളേർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, ചിലപ്പോൾ യൂട്യൂബിലുണ്ടാവും, എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ കിടക്കട്ടെ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മരങ്ങൾ നന്നായിട്ടങ്ങ് വളർന്ന് പന്തലിച്ച് മാസ്ക് വെച്ചാണ്ട വണ്ടി ആണ് ശബ്ദം ക്ലിയർ അല്ലാത്തത്. കാരണം അമ്മാതിരി പൊടിയാണ്. മഴ മാറിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, മാറിയിട്ടില്ല. നമ്മളെന്തിനാ വിശ്വസിക്കുന്നത് പൊടി. അടുത്ത മഴയ്ക്ക് മുമ്പ് പരമാവധി വൈറ്റില കവർ ചെയ്യാമെന്ന് എഴുതിയിട്ട് അത്രയും നമുക്ക് ഒരു വീഡിയോയുടെ എടുക്കാം. ചളിക്കവട്ടം ഭാഗത്തുനിന്ന് പാലാരോട്ടം ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മളിപ്പോൾ ഈ പെഡസ്ട്രിയൻ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടോ, മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുകയാണ്. അല്ല, ചളിക്കവട്ടം ഭാഗമാണ്, ചളിക്കവട്ടം. അപ്പോൾ അവിടെ നിന്ന് കാണുമ്പോൾ ഉള്ള കാഴ്ചകളാണിത്. അല്ല, ചളിക്കവട്ടത്തുനിന്ന് വയറ്റിലേക്ക് പോകുന്നുണ്ടോ, എടപ്പള്ളി ഭാഗത്തുനിന്ന് വയറ്റിലേക്ക് പോകുന്ന റൂട്ടാണിത്. ഇപ്പം നമുക്കിവിടെ അങ്ങനെ കാണാൻ കഴിയില്ല, കാരണം 20 വർഷം മുമ്പത്തെ അറിയാലോ, മരങ്ങളെന്ന് പറഞ്ഞ സാധനമില്ല. പതിയേട്ടത് തോന്നുന്നു.
ഇവിടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട്, കളിക്കവട്ടം ബസ് സ്റ്റോപ്പുണ്ട് ഇവിടെ കളിക്കവട്ടത്തെ ഭാഗത്ത്. അത് പാലാരിവട്ടം എടപ്പള്ളി പാലാരിവട്ടം ഭാഗത്തുനിന്ന് വരുന്നതാണ്. ഇവിടെ അങ്ങനെ കാര്യമായിട്ട് കാണണമെന്നില്ല. അപ്പോൾ 21 വർഷത്തിന് ശേഷമുള്ള തിരക്കുകളും വാഹനങ്ങളുടെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചളിക്കവട്ടം ഭാഗത്തുനിന്ന് പോയിട്ടോ. എന്തായാലും ഈ കാഴ്ച നമുക്ക് ആദ്യം കാണാം അല്ലേ. മരങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. അവിടെ ഒരു പഴയ ഗോൾഡ് സൂക്ക് അതിപ്പോൾ അടച്ചു പൂട്ടി. അന്നൊന്നും ഇല്ല കേട്ടോ. അത് അന്ന് അതേപോലെ തന്നെ പോയി ഗോൾഡ് സൂക്ക്. നമ്മളിവിടെയൊക്കെ എടുത്തിട്ടുണ്ട്, ഈ ഒരു ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട് 21 വർഷം മുമ്പ്. ഇയാൾ പോട്ടെ, പോയില്ല, നമ്മളിവിടെയില്ല. ഈ 2026 നമ്മൾ നേരത്തെ എടുത്ത വീഡിയോസ് കിട്ടിയില്ലെന്നറിയില്ല. എന്തായാലും നോക്കാം. അതൊക്കെയാണ് പ്രോബ്ലംസ്. നമ്മൾ കുഴപ്പമില്ല, നമ്മളിതിനു വേണ്ടി ഇറങ്ങണം. പണി കൂടാതെ ഇറങ്ങണം, അതിന് ഏറ്റവും പ്രധാനം. ഇതിപ്പോൾ നമ്മൾ 21 വർഷം മുമ്പത്തെ വീഡിയോകളൊക്കെ ഇടാൻ വേണ്ടി ഷൂട്ട് ചെയ്യുന്നതാണ്. ഇതിന് മുമ്പത്തെ നമ്മളിവിടെ ഷൂട്ട് ചെയ്തതാണ്. വൈറ്റില ഫ്ലൈഓവറിനടുത്തേക്കുണ്ട്. വൈറ്റില ഫ്ലൈഓവർ കേൾക്കാമോന്നറിയില്ല. നമുക്ക് താഴെ കൂടി പോകാം, കാരണം ഫ്ലൈഓവർ ഒന്നും ഇല്ലല്ലോ. മുകളിൽ കൂടി പോയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നും നോക്കാതാണ്. മുകളിൽ മെട്രോ, തൃപ്പൂണിത്തുറയ്ക്കുള്ള മെട്രോയെ കാണാം. അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ, മെട്രോ പോലും ഇല്ല. മെട്രോ ഉണ്ടോ ഇല്ലേ ഒരു പിടിയില്ലാത്തൊരു കാലഘട്ടം. ആ മെട്രോ പോകുന്നുണ്ട് കണ്ട. അങ്ങനെ നമ്മൾ വൈറ്റില ഫ്ലൈഓവറിനടുത്തെത്തിയിട്ടുണ്ട്. ഇനി പറഞ്ഞ റൈറ്റ് തിരിഞ്ഞ് പോകാം. മുമ്പ് നമുക്ക് അവിടെ ജംഗ്ഷനിൽ വന്ന് കഴിഞ്ഞാൽ റൈറ്റ് തിരിഞ്ഞ് പോകുന്നതായിട്ടാണ് നമ്മളന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ പാലത്തിൻ്റെ അടിയിൽ കൂടി വേണം പോകാൻ. പരമാവധി അടുപ്പിക്കണം.
എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ വരെ ഇവിടുന്ന് പതിയെ റൈറ്റ് കയറണം. സൈക്കിളായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. വണ്ടി തിരക്കില്ലാത്ത സമയത്ത് കയറി പോവാം. അതിന് കുറച്ചുള്ളൂ. നമുക്ക് ആ വഴി അങ്ങനെ കവർ ചെയ്തിട്ട് അതിൻ്റെ മുൻപിൽ കൂടി അങ്ങോട്ട് പോകും.